മറ്റു വാർത്തകളിലേക്ക് മലപ്പുറം പാണക്കാട് മലയിടിച്ചിലിൽ ഉണ്ടായ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ നഗരസഭാ ചെയർപേഴ്സന്റെ വാദങ്ങൾ തള്ളി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുപ്പ് നടന്ന സ്ഥലത്ത് അനധികൃതമായി പാറപൊട്ടിക്കൽ നടന്നു. മണ്ണെടുപ്പിനുള്ള നഗരസഭയുടെ അനുമതിയുടെ മറവിൽ ആരും അറിയാതെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു. പമ്പ് നിർമ്മാണത്തിനായി പാറപൊട്ടിച്ചു എന്ന ന്യൂസ് മലയാളം വാർത്ത മന്ത്രി സ്ഥിരീകരിച്ചു. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറപൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. സ്ഥലത്തെത്തിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി പരസ്യമായി വിമർശിച്ചു. സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ശകാരിച്ചത് പരാതി കിട്ടിയിട്ടും നടപടി എടുക്കാത്തതിനാലാണ്. ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി, എന്താ സംശയം? അതുകൊണ്ടാണല്ലോ ഷോക്കോസ് കൊടുത്തത്. അതുകൊണ്ട് ഷോക്കോസ് കൊടുത്തു. കലക്ടറോ എസ് പിയോ എല്ലാവരും അറിയില്ല. പക്ഷേ ജിയോളജി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വീഴ്ച പറ്റും, അവർ നോക്കേണ്ടതല്ലേ. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ഉയർന്ന ഒരു ആക്ഷേപമായിരുന്നു. ആ പാറപൊട്ടിക്കലൊക്കെ ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നടന്നതുകൊണ്ട് കൂടിയാണ് ഇത് ഉണ്ടായത് എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഉദ്യോഗസ്ഥർ ഇത് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ മന്ത്രി ഉദ്യോഗസ്ഥരെ തന്നെ ശകാരിക്കുകയാണ്, പരസ്യമായി തന്നെ അവരെ വിമർശിക്കുകയാണ്. തീർച്ചയായും അവരുടെ സാന്നിധ്യത്തിൽ, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്, ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ജിയോളജി വകുപ്പിനെയും ഒപ്പം തന്നെ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സണെയും എല്ലാം നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു വ്യവസായ മന്ത്രിയുടെ വിമർശനം. എല്ലാം അനധികൃതമായി നടന്ന ഒന്നാണ്. നഗരസഭ നൽകിയിട്ടുള്ളത് മണ്ണ് എടുക്കുന്നതിനുള്ള ഒരു താൽക്കാലിക അനുമതി മാത്രമാണ്. ആ അനുമതിയുടെ മറവിൽ വലിയ തോതിൽ പാറ പൊട്ടിച്ച് മാറ്റി. അങ്ങനെ വലിയ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവിടെ നടന്നിരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും പാറ പൊട്ടിക്കുമുള്ള സ്ഫോടനം ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായി എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു തരത്തിലും ഈ മലയിൽ ഇനി ഒരു നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിലുള്ള യാതൊരു ലക്ഷ്യവും ഇനിയില്ല. പൂർണ്ണമായും നാട്ടുകാരുടെയും അവരുടെ എല്ലാവരുടെയും ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഇനി അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് വ്യവസായ മന്ത്രി ഇന്നെടുത്ത്. അദ്ദേഹത്തിന്റെ കൂടി വകുപ്പാണ് ജിയോളജി വകുപ്പ്. ആ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച അവർ മനസ്സിലാക്കിയിട്ട് തന്നെ അവ വേണ്ട പോലെ ഒരു നടപടിയെടുക്കുന്നതിനോ അതിന് അത്തരം ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ ജിയോളജി വകുപ്പും തയ്യാറായിട്ടില്ല. എന്തായാലും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. സ്ഥല ഉടമയ്ക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യവസായ മന്ത്രി ഇന്ന് സ്ഥലം സന്ദർശിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും എല്ലാം അനധികൃതമായി നടന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് അടുത്ത് ഏകദേശം 100 മീറ്റർ അടുത്താണ് ഒരു പെട്രോൾ പമ്പിന് വേണ്ടി ഇതേ മലയിൽ തന്നെ മണ്ണെടുക്കുകയും പാറ ചെയ്തിരുന്നത്. അവിടെയും സമാനമായ രീതിയിൽ തന്നെ അവിടെ പാറ പൊട്ടിക്കുന്ന ശബ്ദം താൻ വീട്ടിലുള്ളപ്പോഴാണ് അങ്ങനെ പാറ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുകയും താൻ പോലീസുകാരോട് തന്നെ, തന്നോടൊപ്പമുള്ള പോലീസുകാരോട് തന്നെ അപ്പോൾ പറഞ്ഞ് അവിടെ നിന്നും ആ പാറ പൊട്ടിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താണ്. പക്ഷേ അന്ന് താൽക്കാലികമായി നിർത്തി. പക്ഷേ പിന്നീടും അവരുടെ പാറ പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ എല്ലാം അനധികൃതമായി, അല്ലെങ്കിൽ ഒരു രേഖയുമില്ലാതെ പൂർണ്ണമായും ഉദ്യോഗസ്ഥർ നൽകിയ ഒരു ഉത്തരവിന്റെ ചെറിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വകുപ്പ് ജിയോളജി വകുപ്പിനെ ഉൾപ്പെടെ വലിയ തോതിൽ വിമർശിക്കുകയും അദ്ദേഹം ചെയ്യുന്നു. രുചിഷ. ശരി ശാന്തകുമാർ, എന്തായാലും മലപ്പുറം നഗരസഭാ ചെയർപേഴ്സണിന്റെ സാന്നിധ്യത്തിൽ, ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെയും നഗരസഭയെയും രൂക്ഷമായി മന്ത്രി വിമർശിച്ചത്. മറ്റു വാർത്തകളിലേക്ക്